إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ അനുസരിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉപദേശിക്കുന്നത് പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ നോറ്റുകൊണ്ടിരിക്കുന്ന നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ മുഅ്മിനായി, മുത്തഖിയായി, മുവഹിദായി, മുഖ്ലിസായി ജീവിക്കാനും മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര ശകലം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രഗത്ഭരായ രണ്ട് താബിഈകളായിരുന്നു അതാ റഹിമഹുല്ലയും ഉബൈദ് ബിനു ഉമൈർ റഹിമഹുല്ലയും. ഇവർ രണ്ടുപേരും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആയിഷ ബീവിനെ കാണാൻ വേണ്ടി പോവാണ്. അതാ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ദഖൽതു അന വ ഉബൈദ് ബിനു ഉമൈർ അലാ ആയിഷ. ഞാനും ഉബൈദ് ബിനു ഉമൈറും ആയിഷ ബീവിൻ്റെ അടുക്കൽ ചെന്നു. ഫഖാലത്ത് ലി ഉബൈദ് ബിനു ഉമൈർ. ആ സമയത്ത് മഹദി ഉബൈദ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹയോട് ചോദിച്ചു, ഖദ് ആന ലക അൻ തസൂറന. ഇപ്പോഴാണോ നിനക്ക് ഞങ്ങളൊക്കെ കാണാൻ സമയം കിട്ടിയത്? ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഖുൽതു കമാ ഖാലൽ അവ്വൽ. പൂർവികർ പറയുന്നത് പോലെ ഞാൻ പറയട്ടെ, സുർഹിബൻ തസ്ദുദു ഹുബ്ബൻ. കുറച്ചുള്ള സന്ദർശനമാണ് കൂടുതൽ സ്നേഹമുണ്ടാക്കുന്നത്.
അങ്ങനെ അവർക്കിടയിലുള്ള കുശലാന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അഖ്ബിരിനി ബിഅഅജബി ഷൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാക്കിയൊരു കാര്യം ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. ആ സമയത്ത് പ്രവാചകന്റെ കൂടെയുള്ള ആ അസുലഭ നിമിഷങ്ങളെ ഓർത്ത് ആയിഷ ബീവി കണ്ണിൽ ഇറനണിയിക്കുകയും ഫസക്കത്തത് മൗനിയാവുകയും ചെയ്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലമ്മാ കാന ലൈലത്തും മിനൽ ലയാലി, എനിക്ക് അവകാശപ്പെട്ട ഒരു രാത്രി എത്തിയപ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നു. ഞങ്ങൾ പരസ്പരം ഒട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ തൊലിയും പ്രവാചകന്റെ തൊലിയും ചേർന്ന് ഞങ്ങൾ വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന വേളയിൽ പ്രവാചകൻ തിരുമേനി എന്നോട് ചോദിച്ചു, യാ ആയിഷ ദരീനി അതഅബ്ദുൽ ലൈലത ലിറബ്ബി. ആയിഷ, നീ എന്നെ ഒന്ന് വിടുമോ? ഞാൻ ഈ രാത്രിയിൽ എൻ്റെ റബ്ബിന് മുമ്പിൽ ഇബാദത്തിലിരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ മറുപടി പറഞ്ഞു, ആയിഷ ബീവി പറയണ, ഞാൻ മറുപടി പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബു ഖുർബക് വഉഹിബ്ബു മാ സറക്. പ്രവാചകരെ, അവിടുത്തെ അടുപ്പം എനിക്കേറെ ഇഷ്ടമാണ്. താങ്കൾക്ക് എന്താണോ സന്തോഷമുണ്ടാക്കുന്നത് അതും എനിക്കിഷ്ടമാണ്. മഹദി പറയുകയാണ്, ഫഖാം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കുന്നു. ഫതതഹർ, അവിടുന്ന് ശുദ്ധിയാകുന്നു, വുളൂഎടുക്കുന്നു. സുമ്മ ഖാമ യുസല്ലി, എന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. ആയിഷ ബീവി പറയുന്നു, ഫലം യസൽ യബ്കി ഹത്താ ബല്ല ഹിജ്റഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടുകൾ നനയുമാറ് പ്രവാചകൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ثم بكى فلم يزل يبكي حتى بل لحيته. അവിടുത്തെ താടിരോമങ്ങൾ നനയുമാറ് പ്രവാചകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ثم بكى فلم يزل يبكي حتى بل الارض. പ്രവാചകൻ നിന്ന ആ സ്ഥലമെല്ലാം നനയുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫജാഅ ബിലാൽ യുഅദ്ദിനുഹു ബിസ്സലാ. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത്. നമുക്കറിയാം, മദീനത്തെ പള്ളി അന്ന് വളരെ അടുത്താണ് റസൂലുള്ളാഹിന്റെ വീടും മദീനത്തെ പള്ളിയും. അപ്പോൾ ഫലമ്മാ റആഹു യബ്കി, റസൂൽ അങ്ങനെ കരയുന്നത് അദ്ദേഹം കാണുകയാണ്. യാ റസൂലല്ലാഹ് ലിമ തബ്കി, നിങ്ങൾ എന്തിനാണ് പ്രവാചകരെ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ. വരാനിരിക്കുന്ന കഴിഞ്ഞുപോയ പാപങ്ങൾ അഖിലവും പൊറുക്കപ്പെട്ടവരല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? റസൂൽ പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ. ലഖദ് നസലത് അലയ്യ ലൈല അൽ ആയ, എനിക്ക് ഈ രാത്രിയിൽ ഒരു ആയത്ത് ഇറങ്ങി. വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് ഓതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്തവന് നാശമം. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് ഓതുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന്. സഹോദരങ്ങളെ, നിരവധി പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ചരിത്ര ശകലമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നന്ദിയുള്ളവരാവുക എന്നത് തന്നെയാണ്. ജീവിതത്തിൽ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷത്തിലും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്ന് എണ്ണുകയാണെങ്കിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ്. അല്ലെ, കോടിക്കണക്കിന് മനുഷ്യർ, ആ മനുഷ്യരിൽ നിന്ന് അള്ളാഹ് നമുക്ക് ഹിദായത്ത് തന്നിരിക്കുകയാണ്. ആ ഹിദായത്ത് എന്ന അനുഗ്രഹം, പാർപ്പിടമുണ്ട് നമുക്ക്, മക്കളുണ്ട് നമുക്ക്,
ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭാര്യമാരുണ്ട്, നമുക്ക് നമ്മുടെ വാഹനമുണ്ട്, എല്ലാമുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നമുക്ക് അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ റബ്ബിനോട് നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിൽ നമുക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. രോഗമൊന്നും പിടിപെടാതെ നോമ്പ് നോൽക്കാൻ കഴിയുന്നു എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ഹംദുകൾ ഉരുവിടാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ ആലോചിക്കാം. നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ ഹംദുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആത്മാർത്ഥമായിട്ടാണോ എന്ന് ഒരു വേള നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കൊരു ഉപകാരം ചെയ്ത ഒരു മനുഷ്യരോട് നമ്മൾ വളരെ കൃതജ്ഞത രേഖപ്പെടുത്തില്ല, താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ അവനോട് പുഞ്ചിരിച്ച് നമ്മൾ അവനെ നന്ദി രേഖപ്പെടുത്തും. എന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തിന് എത്രത്തോളം നന്ദി ഉണ്ട് എന്നത് ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ നമ്മുടെ നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും, വിശേഷ തറാവീഹ് നിസ്കാരമൊക്കെ ഒരു കാട്ടിക്കൂട്ടലാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. നോക്കൂ, നിങ്ങൾ ഇവിടെ റസൂലുള്ളാഹിനോട് ബിലാൽ ചോദിക്കാൻ, റസൂലിന്റെ പാപങ്ങളെങ്കിലും പൊറുക്കപ്പെട്ടൊരു പ്രവാചകനല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തേങ്ങി കരയുന്നതും റബ്ബിനോട് റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നത് എന്തിനാണെന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതേ ചോദ്യം മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്. റസൂലിന്റെ കാലിൽ നീര് കെട്ടുന്നത് വരെ നിസ്കരിക്കാൻ, പ്രയാസപ്പെട്ട് നിസ്കരിക്കാൻ. അപ്പൊ ഇതേ ചോദ്യം ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതല്ലേ പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? അപ്പോഴും അതേ ഉത്തരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അഫല അകൂനു അബ്ദൻ ശക്കൂറ, ആയിഷ ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ. ആ നന്ദി റസൂൽ അത്ര ചെയ്തെങ്കിൽ നമ്മളൊക്കെ എത്ര ചെയ്യണം സഹോദരന്മാരെ. തറാവീഹ് നിസ്കാരത്തിൽ ഇമാം ഓതുന്ന ഒരു പേജ് അല്പം കൂടിപ്പോയാൽ അതിന് മനസ്സ് വേദനിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമാണ് നമ്മളെങ്കിൽ, അതിന് പരാതിപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ, നമ്മളൊക്കെ എന്ത് നന്ദിയാണ് അള്ളാഹ്ക്ക് നൽകുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണ്. രാത്രി വീട്ടിലെത്തിയപ്പോൾ ഖിയാമുൽ ലൈലായിട്ട് റസൂലുള്ളാഹിന്റെ പിന്നിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹ് ആ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തുൽ ബഖറ ഓതി. അപ്പൊ ഞാൻ വിചാരിച്ചു 100 റക്അത്ത് 100 ആയത്തെത്തിയാൽ റസൂലുള്ളാഹ് നിർത്തുന്നു വിചാരിച്ചു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 കടന്നു. ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബഖറ ഓതി കഴിഞ്ഞാൽ നിർത്തിയേക്കുമെന്ന് വിചാരിച്ചു. സൂറത്തുൽ ബഖറയും റസൂലുള്ളാഹി ഓതി കഴിഞ്ഞു. പിന്നീട് സൂറത്തുൽ നിസാ ഓതി, സൂറത്തുൽ നിസാ മുഴുവനായിട്ട് ഓതി. പിന്നീട് സൂറത്തു ആലിമ്രാൻ ഓതി. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു പറയുന്നത് റസൂലുള്ളാഹിന്റെ നിസ്കാരം ഒരു പെട്ടെന്ന് ഓതിയിട്ടുള്ള നിസ്കാരമല്ല, മുത്തറസ്സിലായ നിസ്കാരമായിരുന്നു എന്നാണ്. സാവകാശത്തിൽ തസ്ബീഹ് ചെല്ലേണ്ടടുത്ത് തസ്ബീഹ് ചൊല്ലി, രക്ഷ ചോദിക്കേണ്ടടുത്ത് രക്ഷ ചോദിച്ച്, പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് പ്രാർത്ഥിച്ചിട്ട് എന്നുള്ള നിസ്കാരമായിരുന്നു റസൂലുള്ളാഹിന്റെ നിസ്കാരം എന്നാ. ആലോചിച്ച് നോക്കി. സൂറത്ത് ബഖറയിൽ ബഖറ എത്ര പേജുണ്ട്? ഏകദേശം 49 പേജുണ്ട് സൂറത്ത് ബഖറ. ആലിമ്രാൻ 25 പേജുണ്ട്. സൂറത്തു നിസാ 25ന്റെ മുകളിൽ പേജുകളുണ്ട്. 100 കണക്കിന് പേജുകൾ ഓതി നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചത്. അപ്പൊ ഇങ്ങനൊന്നും നമുക്കാവാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്കാകാൻ പറ്റണ്ടേ എന്നൊരു ചിന്ത ഈ ചരിത്രത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടതുണ്ട്. രണ്ടാമതായി ഈ ചരിത്രം നമുക്ക് നൽകുന്നൊരു പാഠം, ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് സ്വാധീനിച്ച രൂപമാണ് നമ്മൾ കാണുന്നത്. ഒരൊറ്റ ആയത്ത്, സൂറത്ത് ആലിമ്രാനിലെ ആയത്ത്. ആ ആയത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ താടി രോമങ്ങൾ നനഞ്ഞു, റസൂലുള്ളാഹിന്റെ മടിത്തട്ട് നനഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന സ്ഥലം നനഞ്ഞു. അത്രയും കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന പ്രവാചകൻ ഒരായത്ത് സ്വാധീനിച്ച രൂപമാണ്. അങ്ങനെ എത്ര ചരിത്രങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക്, ഹിജ്റക്ക് മുമ്പ് മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. മദീനയിലെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും
അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെയാണ് വിടുന്നത്. അങ്ങനെ അദ്ദേഹം അസ്അദ് ബിൻ സുറാറ എന്ന മനുഷ്യന്റെ അടുത്തെത്തി. അസ്അദ് ബിൻ സുറാറിന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ മദീനയിലുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇത് ഔസ് ഗോത്രത്തിലെ സഅദ് ബിൻ മുആദ് എന്ന യുവാവിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കി. പ്രവാചകനോടും പ്രവാചകന്റെ അനുയായിയായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനോടും അടങ്ങാത്ത കോപമുണ്ടാക്കി. അദ്ദേഹം വിഷം പുരട്ടിയ കടാര ഒളിപ്പിച്ചു വെച്ച് മിസ്അബ് ഉമൈറിനെ ലക്ഷ്യമാക്കിയിട്ട് നടന്നു നീങ്ങുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ സമയത്ത് ഇത് കണ്ട അസ്അദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, യബ്ന ഖാല ഇസ്മഅ മിൻ ഖൗലി ഇൻ സമിഅത മുൻകറൻ റദത്ത അലൈഹി വഇൻ സമിഅത ഹഖ്ഖൻ ഫഅജിബ് ഇലൈഹി. താങ്കൾ അദ്ദേഹം പറഞ്ഞ വാചകമൊന്ന് കേൾക്ക്. അത് മുൻകറായ, അത് മോശപ്പെട്ട വല്ലതുമാണെങ്കിൽ നിനക്ക് നിന്റെ നടപടിയെടുക്കാം. ഇനി അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ ഫഅജിബ് ഇലൈഹി, താങ്കൾ അതിന് മറുപടി കൊടുക്ക്, താങ്കൾ ഇത് സ്വീകരിക്കും. അപ്പോൾ സാദറുല്ലാഹു ചോദിച്ചു, പിന്നെ മാതാ യഖൂൽ, എന്താണ് അദ്ദേഹം പറയുന്നത്? ആ സമയത്ത് മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തു സുഖ്റുഫിലെ ആദ്യത്തെ 5 ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന വാചകം ഓതി കേൾപ്പിക്കുകയും സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. സഹോദരന്മാരെ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചടങ്ങി നിന്നില്ല. 30ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം ആശ്രയിക്കുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഗോത്രമായ ഔസ് ഗോത്രത്തിലെ ഉപഗോത്രമായ ബനു അബ്ദിൽ അശ്ഹൽ ഗോത്രത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയുള്ള ഓരോ വീടുകളും താണ്ടിക്കയറി അവിടെ ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവരെ ക്ഷണിക്കുകയും ഈ ലോകത്തിനൊരു ഇലാഹ് മാത്രമുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും സകല ഇബാദത്തുകളും അവന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. 30ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് 35ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ 5 വർഷം കൊണ്ട് 5 നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു സാധിച്ചെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞത് ഇഹ്തസ്സ ലിമൗതിഹി അർശുർ റഹ്മാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മരണം കാരണം അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു, വിറ കൊണ്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ ചെലുത്തിയ സ്വാധീനമാണ്. ഇവിടെയാണ് നമ്മൾ നമ്മോട് ചോദിക്കേണ്ടത്, എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നു? ഈ ഭൂലോകത്ത് എത്ര കാലമായി അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹു തന്ന വെള്ളം കുടിച്ച്, അള്ളാഹു തന്ന സൗകര്യങ്ങളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും? ഒരായത്ത് എൻ്റെ മനസ്സിൽ സ്വാധീനിച്ചു എന്ന് പറയാൻ ഈ ജീവിത കാലയളവിൽ നമുക്ക് പറ്റുമോ? ഈ ആയത്തിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഈ ആയത്തോതി ഞാനും എൻ്റെ റബ്ബും മാത്രമാകുന്ന വേളകളിൽ ഞാൻ കരഞ്ഞുപോയി, ഞാൻ കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്ത് ഹശ്റിലൂടെ അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ, നാം ഇറക്കിയാൽ, ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നാം ഇറക്കുകയാണെങ്കിൽ അലാ ജബൽ, ഒരു പർവ്വതത്തിന്, ഒരു മലക്ക് ഞാൻ ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലറഅയ്തഹു ഖാശിഅ, നിനക്ക് മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ല, ആ പർവ്വതം വിനീതമാകുന്നതും അല്ലാഹുവെ പറ്റിയുള്ള ഭയത്താൽ അത് പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരു മലക്ക് പോലും, ഒരു പർവ്വതത്തിന് പോലും അതിന് ഖുർആൻ സ്വാധീനമുണ്ടാക്കുമെങ്കിൽ സഹോദരന്മാരെ, എന്തുകൊണ്ട് നമുക്ക് ഖുർആൻ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കയറുന്നില്ല എന്ന് നമ്മൾ ഒരു വേള ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം അധികരിച്ചു പോയിരിക്കുന്നു. എന്തുകൊണ്ട്
നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളിലേക്ക് ഖുർആൻ കയറുന്നില്ല, അത് സ്വാധീനമുണ്ടാക്കുന്നില്ല. നമുക്ക് എന്തു പറ്റി? നമ്മുടെ ഉമ്മത്തിന് എന്തു പറ്റി? നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി? നോക്കൂ നിങ്ങൾ, സങ്കടകരവും ഭയാനകവുമായ വാർത്തകളാണ് റമദാനിന്റെ ഓരോ പ്രഭാതം പുലരുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദ വ്യത്യാസമെന്ന് ലഹരി കടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായം. സിനിമകളും ലിബറൽ ചിന്തകളും മൂലം കേരളത്തിലെ കുടുംബ സാമൂഹിക രംഗങ്ങൾ അത് കലാപ ഭൂമിയായിക്കൊണ്ടിരിക്കുകയാണ്. സഹപാഠിയെ കൊന്നിട്ട് ലാഘവത്തോടെ നിർഭയത്വത്തോടെ മെസ്സേജ് അയക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു പേടിയുമില്ലാതെ, ഒരു നിലക്കുമുള്ള ഒരു മാന്യതയുമില്ലാതെ. പിന്നെ ഭയാനകമായ അവസ്ഥയാണ് നമ്മൾ യുവാക്കളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പണ്ടൊക്കെ മുതിർന്ന ആളുകൾ ചെറിയ ആളുകളിലേക്ക് പകരുന്നതാണ് തിന്മയും പിന്നെ മറ്റുള്ള ദുസ്വഭാവങ്ങളുമെങ്കിൽ ഇന്ന് സഹോദരൻ സഹോദരിക്ക് കൊടുക്കുകയാണ് പിന്നെ മയക്കുമരുന്നിന്റെ പാക്കറ്റുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. അല്ലെ, 6-ാം നൂറ്റാണ്ടിനെ കളിയാക്കുന്ന ആളുകളുണ്ട്, 6-ാം നൂറ്റാണ്ടിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ വളരെ വൃത്തികേടുകളിൽ ജീവിച്ച ഒരു സമുദായത്തെ ഖുർആൻ സ്വാധീനമുണ്ടാക്കി മാറ്റിയെടുത്ത ചരിത്രം ഒരു വേള പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. കള്ളു കുടിച്ച് രമിച്ച് ജീവിച്ച അവരെ, പെണ്ണു പിടിച്ച് സുഖിച്ചു ജീവിച്ച അവരെ, അജ്ഞതകൾ പേറി പരസ്പരം കഴുത്തറുത്തൊരു സമൂഹത്തെ ഖുർആൻ മാറ്റി. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും വഴിപാടുകളും അർച്ചനകളും അർപ്പിച്ചൊരു സമുദായത്തെ തൗഹീദിന്റെ ഉത്തുംഗതയിലേക്ക് ഉയർത്തിയത് അത് ഖുർആനാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വാചകമാണ്. പരിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ അവതീർണമായി. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായിട്ട്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിട്ട് ആണ് ഖുർആൻ അവതരിച്ചത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഈ ഖുർആനാണ് സഹോദരങ്ങളെ അവരെ മാറ്റിയത്. ഈ ഖുർആന്റെ വഴികളിൽ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മളിൽ മാറ്റമുണ്ടാകും. നമ്മുടെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനപ്പുറത്ത് ഈ ലോകത്ത് അല്ലാഹു പടച്ചത് അവനെ ആരാധിക്കാനും അവന് നേർച്ചകളും വഴിപാടുകളും അർച്ചനകളും സകലതും അർപ്പിക്കാനും അവനെ മാത്രം വിളിച്ച് ആരാധിക്കാനുമാണ് എന്ന പാഠം ഖുർആനിലൂടെ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എങ്കിൽ ഈ ലോകത്ത് അല്ലാഹു ഇക്കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച് പടച്ചത് അത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സഹായമായിട്ടാണ് എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിന്റെ അപ്പുറത്ത് മതവിദ്യാഭ്യാസം പരിശുദ്ധ ഖുർആനിലേക്ക് അവനെ ക്ഷണിക്കാനും അത് പഠിപ്പിക്കാനും നമുക്ക് സാധിച്ചാൽ അവനിൽ മാറ്റമുണ്ടാകും. നമ്മുടെ സമൂഹത്തെ നമ്മളത് പഠിപ്പിക്കുകയാണെങ്കിൽ അവരിൽ മാറ്റമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റിയത്. പിന്നീട് അവരാരും ആ വഴിവിട്ട ജീവിതം, ആ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്നില്ല. പിന്നീട് അവരാരും അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് അവരുടെ കരങ്ങൾ ഉയർത്തിയിട്ടില്ല. അവരിൽ നിന്ന് ഉപദ്രവമോ ദോഷമോ ഒന്നും ഭയപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരുപാട് കാലം സഹാബത്ത് ജീവിച്ചു. ഒരിക്കൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരാരും സഹായം ചോദിച്ചില്ല. റസൂലുള്ളാഹിന്റെ ഖബറിങ്ക വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്ത് വന്നിട്ട് വാവിട്ട് കരഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആൻ അവരിൽ വരുത്തിയ മാറ്റമാണ്. എന്തുകൊണ്ട് നമ്മുടെ സമൂഹം വൃത്തികേടിലേക്ക് പോകുന്നു? ഖുർആനിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ്. നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് മക്ബറകളിലും തങ്ങന്മാരുടെയും ബീവിമാരുടെയും അടുത്തൊക്കെ പോയി പരാതികൾ പറയുന്നു? മറ്റുള്ള അല്ലാഹ് അല്ലാത്ത ശക്തികളിലേക്ക് അവരുടെ കരങ്ങൾ ഉയരുന്നു.
അവർ ഖുർആനിലേക്ക് വന്നിട്ടില്ല. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. സ്വഹാബത്ത് ഒരിക്കൽ പോലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ശിർക്കൻ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഖുർആൻ അവർ മനസ്സിലാക്കിയിരുന്നു, ഖുർആൻ അവർ സ്വാധീനിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ വന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ ജീവിതം സംസ്കരിക്കപ്പെടും. പക്ഷെ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ എന്ന്. സഹോദരന്മാരെ, നമ്മളൊക്കെ ആലോചിക്കും, നമ്മുടെ ഹൃദയത്തിൽ പൂട്ടുകൾ ഇടപെട്ടിട്ടുണ്ടോ? എത്ര ആയത്ത് കേട്ടിട്ടും ഖുർആൻ തറാവീഹ് നമസ്കാരത്തിൽ പിന്നിൽ നിന്ന് എത്ര നമസ്കരിച്ചിട്ടും എന്തേ എനിക്കൊരു മാറ്റം വരാത്തത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? എത്ര 2-3 റമദാൻ കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞില്ലേ, നമുക്ക് ആലോചന വരുന്നില്ലെങ്കിൽ, ആലോചന പോലും വരുന്നില്ലെങ്കിൽ വളരെ അപകടമാണ്. ഇനി ആലോചന വന്നിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റണം, എന്തേ എന്റെ ഹൃദയത്തിന് പറ്റിയത്, എന്തേ എനിക്ക് സ്വാധീനമില്ലാത്തത് അല്ലെ. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാര് 3 ചാവികളുണ്ട്. ഈ പൂട്ടിന് 3 ചാവികളുണ്ട്. ആ ചാവിട്ട് തിരിച്ചാൽ നമ്മുടെ മനസ്സും തുറക്കുന്നതാണ്, നമ്മുടെ ഹൃദയത്തിനും സ്വാധീനം ഉണ്ടാകുമെന്നാണ്. അതിൽ ഒന്ന്, ഈ ഖുർആൻ ആരുടെ വാചകമാണ്? ഈ ഖുർആൻ ആരുടെ വാചക? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്, അതിന് പെണ്ണാകട്ടെ, സങ്കല്പിക്കാൻ അത് നമുക്ക് നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരു മുതിർന്ന ഒരാളാവട്ടെ, നമ്മുടെ അധ്യാപകനാകട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി കാണുന്ന ഒരാള്, അയാൾ നമുക്കൊരു സമ്മാനം തന്നു. ആ സമ്മാനം എന്താണ് എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ? അയാൾ എനിക്ക് അയച്ച മെസ്സേജ്, ആ മെസ്സേജ് എന്താണ് തുറന്നു നോക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. ഇനി അയാൾ പറഞ്ഞൊരു വാചകം നമുക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും. നോക്കൂ നിങ്ങൾ, നമുക്ക് അയാളോടുള്ള ബഹുമാനം കൊണ്ടാണ്, നമ്മൾ അയാളെ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ ഒരു മാറ്റം ഒന്നും തോന്നുന്നില്ല എങ്കിൽ നമ്മൾ അള്ളാനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. നമ്മൾ അള്ളാനെ പഠിച്ചിട്ടില്ല. ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹുവിന്റെ റോള് ഒന്നും നമുക്കല്ല. നമ്മൾ മുസ്ലിം ആയിനെ ജീവിച്ച് മുസ്ലിം ആയിനെ മരിച്ചു പോവുക, എത്ര ഉള്ളൂ. അള്ളാനെ പഠിക്കാൻ, അള്ളാനെ അടുത്തറിയാൻ ശ്രമിച്ചാൽ സഹോദരന്മാരെ നമുക്ക് ഖുർആനോട് സ്നേഹം ഉണ്ടാവും. ഖുർആൻ എടുത്ത് തുറന്നു നോക്കുമ്പോൾ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഫാത്തിഹന്റെ അർത്ഥം പോലും അറിയാത്തവരുണ്ടേ. 10, 30, 40, 50 വയസ്സ് കഴിഞ്ഞിട്ട് താൻ ഒരു ദിവസം 5 വക്ത് നിസ്കരിക്കുന്നതിലൂടെ 17 റക്അത്ത് നിസ്കരിക്കുന്നതിലൂടെ ഓതുന്ന ഫാത്തിഹന്റെ അർത്ഥം അറിയാത്ത മുസ്ലിം ഉമ്മത്ത്, മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബിസ്മില്ലന്റെ അർത്ഥം ചോദിച്ചാൽ പോലും അറിയാത്തവർ. എന്ത് ഗൗരവമാണ് സഹോദരന്മാരുടെ വിഷയം. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാനുള്ളതല്ലേ? ഇന്നോ നാളെയോ അല്ലെങ്കിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയിൽ മരിച്ചു പോകാനുള്ളതല്ലേ? ആ ഫാത്തിഹന്റെ അർത്ഥം റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മോശമാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഖുർആൻ ഓതുമ്പോൾ മാറ്റം ഉണ്ടാകും. നമ്മൾ ആലോചിക്കും, അള്ളാഹ് നമ്മുടെ സൃഷ്ടാവ്, നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മളെ ഏറെ സ്നേഹിക്കുന്നവൻ അല്ലെ. ആര് നമ്മൾ എതിർത്ത് പറഞ്ഞാലും അള്ളണ്ട് കൂടെ അല്ലെ, നമ്മുടെ അള്ളാഹ്. ആ അള്ളാഹ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ ഇറക്കി കൊടുത്ത ഖുർആൻ. ആ ഖുർആനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നല്ല മനുഷ്യർ എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ് എന്ന്. അപ്പോൾ വിഷയത്തെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുക. രണ്ടാമത്തെ ഒരു ചാവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആന്റെ ബർക്കത്ത് മനസ്സിലാക്കുക എന്നാണ്. ഖുർആന്റെ ബർക്കത്ത് മനസ്സിലാക്കുക. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, താങ്കൾക്ക് നാം ഇറക്കിയ ഖുർആൻ മുബാറക്കാണ്, അനുഗ്രഹീതമാണ് എന്നാണ്, ബർക്കത്തുറ്റിയതാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഹർഫ് ഓതിയാൽ ഒരു ഹസനത്ത് 10 ഹസനത്ത് വരെ കൂലി ഉണ്ടെന്നാണ്. ഫാത്തിഹയില് എത്ര പ്രാവശ്യം ഓതുണ്ട്? ഫാത്തിഹ എത്ര ഹർഫുകളുണ്ട്? അപ്പൊ എത്ര ഹസനത്ത് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ബോധം നമുക്ക് വേണം. ഖുർആൻ ബർക്കത്തുറ്റിയതാണ്. ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിൽ ശുപാർശ ഇരിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ, അതിന്റെ സാഹിബ്, അതിന്റെ ആളുകൾ നാളെ ഖുർആൻ ഓതും. നാളെ പരലോകത്ത് അവനോട് ഖുർആൻ ഓതാൻ പറയും. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ജീവിച്ച ആളോട് ഖുർആൻ ഓതാൻ പറയും. എന്നിട്ട് നടക്കാൻ പറയും. നടന്ന് അവൻ അവസാനം ഓതി നിർത്തുന്ന ആയത്തിലാണ് അവന്റെ ദറജ, അവന്റെ സ്വർഗത്തില് പാർപ്പിടമെന്നാണ്. അങ്ങനെ ഒരുപാട് ബർക്കത്തുകൾ നമുക്ക് നൽകുന്ന
ഖുർആൻ അതിൻ്റെ ബർക്കത്തുകൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അവസാനമായിട്ടുള്ളത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ്. പടച്ചോനെ, ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്താക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല പ്രയാസവും മനോവിഷമവും വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫീ ഹുക്മുക് അദ്ലുൻ ഫീ ഖളാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ അൻസൽതഹു ഫീ കിതാബിക് ഔ ഇസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി. അല്ലാഹുവേ, ഖുർആനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ, എൻ്റെ ദുഃഖങ്ങൾ മായ്ച്ചു കളയുന്നതാക്കണേ, എൻ്റെ വ്യസനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതാക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്കിടയിൽ മറയില്ല എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നോക്കുക. എനിക്ക് ഖുർആൻ പഠിക്കാൻ, എനിക്ക് അതിനുള്ള തോന്നലുണ്ടാക്കണേ, ഖുർആൻ മുഖാന്തരം സ്വാധീനം ഉണ്ടാക്കി തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അത്തരത്തിൽ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഒരു പാഠം, അറിവ് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ പോവുക എന്നതാണ്. പഠിക്കാൻ വേണ്ടിയുള്ളൊരു താല്പര്യം എപ്പോഴും നമ്മളിലുണ്ടാവും. ഇവിടെ രണ്ട് താബിഈ പണ്ഡിതന്മാർ, അവർ കൂടുതൽ അറിയാൻ വേണ്ടി ആയിഷ ബീവിൻ്റെ അടുക്കൽ വന്ന് പഠിക്കുകയാണ്. എന്താണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കേട്ട ഉണ്ടായ അനുഭവം എന്ന് ചോദിച്ചറിയുകയാണ്. അപ്പോൾ ചോദിച്ചറിയാനുള്ള, പഠിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന മുസ്ഹഫും നമ്മൾ കാണുന്ന ഹദീസിൻ്റെ സ്വഹീഹ് ബുഖാരി ആവട്ടെ, സ്വഹീഹ് മുസ്ലിം ആവട്ടെ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ നമ്മളുടെ ഇടയിൽ ഇന്നിങ്ങനെ സുലഭമായി നമ്മൾ കാണുകയാണ്, രണ്ട് ചട്ടക്കുള്ളിൽ. എന്നാൽ അതിനുവേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ അനുഭവിച്ച ത്യാഗം ഒട്ടനവധിയായി. ഒരു ഹദീസിന് വേണ്ടി, ഒരൊറ്റ ഹദീസിന് വേണ്ടി മാസങ്ങൾ യാത്ര ചെയ്തു എന്ന് നമുക്ക് അവരുടെ ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്നിപ്പോൾ വിരൽ തുമ്പിലാണ് കാര്യങ്ങളൊക്കെ. ഒരു വിരലമർത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹദീസും ആയത്തൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതുപോലെ നമ്മുടെ പള്ളികളിൽ ഖുർആൻ ക്ലാസുകൾ, മറ്റുള്ള ഹദീസ് പഠന ക്ലാസുകളെല്ലാം നടക്കുന്നുണ്ട്. അതുമായി സഹകരിക്കാനും പഠിക്കാനുള്ള ഒരു മുന്നോട്ട് വരൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന് ഈ ഹദീസ്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാലാമതായി ഈ ഒരു സംഭവം പഠിപ്പിക്കുന്ന കാര്യമാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം കണ്ടും കൊടുത്തും കൊണ്ടും അറിഞ്ഞുമൊക്കെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യയുടെ അടുക്കൽ കിടക്കുന്നു, ആയിഷ ബീവിയുടെ അടുത്ത് കിടക്കുന്നു. എന്ന് റസൂലുള്ളാഹിക്ക് പോയി നിസ്കരിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കുകയാണ്, റബ്ബി, ഞാൻ രാത്രി ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിക്കും. വളരെ സുന്ദരമായി ആയിഷ ബീവി അതിന് മറുപടി പറയുകയാണ്. സ്നേഹം ചാലിച്ചുകൊണ്ട്, സ്നേഹം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമല്ലേ. പിന്നെ നീ ഉഹിബ്ബു ഖുർബക് വ ഉഹിബ്ബു മസറക്, റസൂലേ, നിങ്ങളെ എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതും എനിക്കിഷ്ടമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ദാമ്പത്യ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലൊക്കെ നമ്മൾ പലതും കണ്ടറിയേണ്ടതുണ്ട്. പലപ്പോഴും സ്ത്രീകളൊക്കെ പാചക ലോകത്താണ്. അവർ പിന്നെ പാചകം എന്ന് പറയുമ്പോൾ അതൊരു മോശപ്പെട്ട പണിയൊന്നല്ല, അത് ഇബാദത്ത് തന്നെയാണ്. ഭർത്താവിന് ഖിദ്മ ചെയ്യലും വീട്ടുകാർക്ക് ഖിദ്മ സേവനം ചെയ്യലും ഒക്കെ അതൊക്കെ ദീന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്ത്
അവർക്ക് പിന്നെ ഖുർആൻ ഓതാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പള്ളിയുമായി ബന്ധപ്പെടാനും പള്ളിയുടെ ക്ലാസ്സുകളിൽ ഭാഗവാക്കാകാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മളൊക്കെ ചില വിഷയങ്ങളിൽ അവരെ സഹായിക്കുകയും ആ രീതിയിൽ അവരുമായി മുന്നോട്ട് പോവുകയും സ്നേഹിക്കാനും പരസ്പരം കണ്ടറിയാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നും ഈ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്ര പാഠങ്ങളിൽ നിന്ന് തെളിവുകളിൽ നിന്ന് തെളിവുകളിലും പിന്നെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന അവൻ്റെ നല്ലവരായ അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ തിന്മകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കളിച്ചുല്ലസിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നോറ്റുകൊണ്ടിരിക്കുന്ന നോമ്പുകളും നമ്മുടെ മറ്റു സൽപ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസമൊക്കെ കഴിഞ്ഞ് പാപങ്ങൾ പൊറുക്കപ്പെടാതെ മരിച്ചു പോകുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിർഭാഗ്യവാന്മാരായ അടിമകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.